നമ്മളെവിടെ പോവാ? ഫിഷിനെ വാങ്ങാൻ പോകണോ? കുഞ്ഞാപ്പൻ അക്വേറിയം അതിലെ മീനുകളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കരുതി അവന് ചെറിയൊരു അക്വേറിയം വാങ്ങിച്ചു കൊടുക്കാം. ഞങ്ങൾ അങ്ങനെ ഷോപ്പിലെത്തി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ അക്വേറിയംസും നോക്കി കണ്ട് അവൻ ഇഷ്ടപ്പെട്ട ഒരെണ്ണം തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഫിൽറ്റർ കൂടാതെ ഹീറ്ററും തെർമോമീറ്ററും അക്വേറിയത്തിന്റെ കൂടെ നമ്മൾ സെറ്റ് ആക്കും. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഏകദേശം 25 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാനാണ് ഇത്. കൂടാതെ അക്വേറിയത്തിലെ വെള്ളത്തിൽ ഒഴിക്കാനായിട്ട് 2 ലിക്വിഡ്സും ഇതിലൊന്ന് ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യാനുള്ള ലൈവ് ബാക്ടീരിയാസും മറ്റേത് ടാപ്പ് വാട്ടറിലെ ക്ലോറിൻ കണ്ടന്റ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ലിക്വിഡുമാണ്. ഇതെല്ലാം തന്നെ ഞങ്ങൾ വാങ്ങി അക്വേറിയത്തിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അക്വേറിയത്തിൽ ലൈവ് പ്ലാന്റ്സ് വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ഞങ്ങൾ വാങ്ങി. അങ്ങനെ അക്വേറിയം സെറ്റ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഫിഷ് വാങ്ങാൻ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ അറിഞ്ഞത്. അക്വേറിയം വാങ്ങുമ്പോൾ തന്നെ അതിനോടൊപ്പം ഫിഷിനെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഈ അക്വേറിയം വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ച് അതിലെ വെള്ളം ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മീനെ വാങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് ലൈവ് പ്ലാന്റ്സും കൂടി വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് തന്നെ ഫിഷിനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം പിന്നെ ഫിഷിനെ വാങ്ങിച്ചിട്ട് തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഫിഷിനെ വാങ്ങാനായി ഞങ്ങൾ വേറൊരു കടയിൽ പോയി. കൂട്ടത്തിൽ അക്വേറിയം ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങി. ഞങ്ങൾ ആദ്യം പോയ ഷോപ്പിൽ ഉണ്ടായിരുന്നത് പോലെ ഒരുപാട് വെറൈറ്റി ഫിഷ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു 4 ഫിഷിനെ മാത്രമേ ഇപ്പം വാങ്ങിച്ചുള്ളൂ. ആഴ്ച അവിടെ തന്നെ വീണ്ടും പോയി കുറേ കൂടെ ഫിഷിനെ വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അക്വേറിയം കൊണ്ട് വീട്ടിൽ സെറ്റ് ചെയ്യുന്നതിന് അടുത്ത വീഡിയോയിൽ.